കേരളം വോളണ്ടിയർ ആപ്പ് പരിചയപ്പെടാം. ലോഗിൻ ചെയ്യാനായി രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പേര്. ഇന്ന് ഞാൻ സർവേ നടത്തിയ വീടുകളുടെ എണ്ണം. ഇന്റർനെറ്റ് ഇല്ലാത്തപ്പോൾ സർവേ ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാത്തതിന്റെ എണ്ണം. ചുമതലയുള്ള വാർഡുകളുടെ ലിസ്റ്റ്. വാർഡിൽ ആകെയുള്ള വീടുകളിൽ സർവേ പൂർത്തിയാക്കിയ വീടുകളുടെ ശതമാനം. സർവേ ചെയ്യാനായി ആദ്യം വാർഡ് തിരഞ്ഞെടുക്കുക. പുതിയ ഫാമിലി ചേർക്കാനായി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ ഭാഗമാകാൻ കുടുംബത്തിന് താല്പര്യമുണ്ടോ എന്ന് രേഖപ്പെടുത്തുക. കുടുംബത്തിലെ അംഗങ്ങളെ ചേർക്കുക. കുടുംബത്തിലെ അംഗങ്ങളെ ചേർത്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സർവേ ചെയ്ത വീടുകളുടെ പട്ടിക വീട്ടുപേരും വീട്ടു നമ്പറും ചേർത്ത് ഇവിടെ കാണാം. പദ്ധതിയുടെ ഭാഗമാകാൻ താല്പര്യമില്ല എങ്കിൽ വീടിന്റെ പൊതുവിവരങ്ങൾ ചേർത്ത് സർവേ പൂർത്തിയാക്കാം. ആഡ് ചെയ്ത ഫാമിലി ഡേറ്റ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ബട്ടൺ. ഫാമിലി ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഡിലീറ്റ് ബട്ടൺ. കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ മാത്രമായും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം എഡിറ്റ് എനേബിൾ ചെയ്യുക. ഒരു കുടുംബത്തിന്റെ ഡേറ്റ തിരുത്താനും എഡിറ്റ് എനേബിൾ ചെയ്താൽ സാധിക്കും. ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമല്ല എങ്കിലും സർവേ നടത്താൻ സാധിക്കും. ഇന്റർനെറ്റ് ലഭ്യമല്ല എങ്കിൽ എന്റർ ചെയ്ത ഡേറ്റ ഫോണിൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്യാം. ഇത്തരത്തിൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്യുന്ന ഡേറ്റ വോളണ്ടിയറിന്റെ ഫോണിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്റർനെറ്റ് ലഭ്യമാകുമ്പോൾ ഡേറ്റ സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഡ്രാഫ്റ്റായി കിടക്കുന്ന ഡേറ്റ ഒന്നിച്ച് സബ്മിറ്റ് ചെയ്യാനായി സിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.